അപ്പോൾ ഗൈസ് കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഗൈസ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുതിയ മാപ്പ് റൂട്ട് കാര്യങ്ങളൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൈസ് ഈ ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. വേറൊന്നല്ല ഗൈസ് നിങ്ങൾ തമ്പനയിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെയാണ്. വേറൊന്നല്ല ഞാൻ ഈ ഒരു വീടിൻ്റെ ഉള്ളിലോട്ട് മീൻസ് ഈ ഒരു റോഡിൻ്റെ ഉള്ളിലോട്ട് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഗൈസ് ആകെ പെട്ട് എങ്ങോട്ട് പോകേണ്ടതെന്നൊന്നും അറിയുന്നില്ല, വഴി ആകെ തെറ്റി, ഇവിടെ എന്തെന്ന് അറിയത്തില്ല. ആകെ ഒരു പെട്ട അവസ്ഥയായി ഗൈസ് ഈ ഒരു ഭാഗത്തോട്ട് എത്തിയ സമയത്ത്. ഇവിടെ നിന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ പോകുന്ന വഴി നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് വെച്ചല്ലോ. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ വേറൊന്നുമല്ല. ഇവിടെ എത്തിക്കാൻ നമ്മൾ ആകെ മൂഞ്ച്. അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു ഭാഗത്തെ സമയത്ത് ഇതിനേലും വഴിയിട്ട് നോക്കാൻ വേണ്ടി ഈ ഒരു ഭാഗത്ത് വന്ന് ഗൈസ്. അപ്പോൾ ഇവിടെ ഈ വഴി കാര്യങ്ങളൊന്നുമില്ല, മീൻസ് ആകെ പെട്ട്. അപ്പോൾ ഇനിയാണെങ്കിൽ ഞാൻ ബാക്ക് റിവേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് എനിക്ക് പോകാൻ. അപ്പോൾ ഞാൻ നേരെ റിവേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ തിരിച്ചിട്ട് ഞാൻ വന്ന വഴി തന്നെ പോകാൻ വിചാരിച്ചു ഗൈസ്. പിന്നെ വഴി കാണുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ എങ്ങോട്ടാണ് പോകേണ്ടത് പോലും അറിയത്തില്ല. ആകെ മൂഞ്ചി അവസ്ഥയാണ് ഗൈസ്. ഇതിനെ പോയാലും വഴി കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനാണ് വിചാരിച്ച് ഞാൻ ഇതിനെ ആദ്യം പോയി നോക്കി, ഞാൻ എനിക്ക് വഴി തെറ്റിയതാണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ സമയത്ത് ഇവിടെ വീട് കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ആകെ പെട്ട അവസ്ഥ ഗൈസ്, എങ്ങോട്ട് പോയിട്ടും വഴി കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെയാണ് ബ്ലോക്ക് ആയി, കാരണം ഞാൻ അവിടെ കൊണ്ട് ഇടിച്ച് അങ്ങോട്ട് പോകാനും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നെ റിവേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ഏതിനെ പോകാൻ പറ്റുന്നില്ലെന്ന് അറിയത്തില്ലല്ലോ. ആകെ മൂഞ്ച അവസ്ഥയിലാണ്, എങ്ങോട്ട് പോയിട്ടും വഴി കാര്യങ്ങൾ കാണാനും പറ്റുന്നില്ല. ഇവിടെ എനിക്ക് ഏതോ ചൈനയിലെ ഏതോ റോഡാണ് തോന്നുന്നത്, എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതേപോലത്തെ റോഡ് കേരളത്തിലില്ലയെന്ന് എനിക്ക് തോന്നുന്നു. മീൻസ് ഇതേപോലത്തെ സ്ഥലം കാര്യങ്ങളൊന്നും കേരളത്തിലില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കേസ് ഇവിടുത്തെ വീണ്ടും സ്ഥലം കാണുന്നില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പോയ വഴിയും കാണുന്നില്ല. ഇപ്പോൾ ഇതിനെ പോകേണ്ടെന്ന് അറിയില്ല. ഈ ഒരു സ്ഥലം ഞാൻ മുന്നേ കണ്ടിട്ട് പോയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം ഈ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനാണെങ്കിൽ ആകെ പെട്ടു. ഏതിനെ പോകുന്ന അറിയത്തില്ല. ഈ ബെസ്റ്റ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറയുന്നൊരു ഗെയിം ഏതിനൊക്കെ റോട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ ആകെ മൂഞ്ചി അവസ്ഥയാണ് ഗൈസ്. വന്ന വഴി പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ നേരെ ഗൈസ് ഇങ്ങോട്ടൊക്കെ ആയിട്ട് തിരിച്ച് പോകുന്നുണ്ട്. ഏത് വഴിയിലൂടെ പോകേണ്ടതെന്ന് അറിയത്തില്ല. വന്ന വഴി 2-3 വട്ടം വന്ന് പിന്നെ നമ്മൾ ഏതൊരു വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു നേരം കൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ സബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ നോളം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. പറഞ്ഞിരിക്കുന്ന നേരത്തെ എനിക്ക് വേറെ ഐഡിയ കത്തി നേരത്തെ ബ്ലോക്ക് ഉണ്ടായ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് കൂടെ പോയിട്ട് ഞാൻ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എനിക്ക് വേറെ മൈൻഡ് കത്തി വേറൊന്നുമല്ല. ഈ വീടുകളുടെ ഇടയിൽ കൂടെ പോയാൽ ചിലപ്പോൾ വഴി കാര്യങ്ങളൊക്കെ കാണാൻ ചാൻസ് കൂടുതൽ. ഞാൻ നേരത്തെ വന്നത് കുറേ വീടുകളുടെ ഇടയിൽ കൂടെ ആണല്ലോ. അപ്പോൾ അതിൽ കൂടെ പോയി ചിലപ്പോൾ വഴി കാര്യങ്ങളൊക്കെ കാണാൻ ചാൻസ് വളരെ കൂടുതൽ. അപ്പോൾ ഞാൻ വന്ന വഴി വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുകയാണെങ്കിൽ ഏതൊരു വീടിൻ്റെ മുന്നിലോ കൊണ്ടേ കുത്തിച്ചിട്ടുണ്ട്, ഏതാ വീടെന്ന് അറിയത്തില്ല. അതുപോലെ നിങ്ങൾക്കായിരിക്കും ഇതേപോലെ ലോറിയോ KSRTC ആണല്ലോ ഏതെങ്കിലും വെഹിക്കിൾസ് കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ എൻ്റെ ചാനൽ കയറി ചെക്കൗട്ട് ചെയ്താൽ നമ്മൾ മുന്നേ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് വേറെ ഒന്നുമില്ല, ഇതിനോട് പുറത്തോട്ട് ഇറങ്ങാനുള്ള വേറൊരു വഴിയുണ്ട് കേസ്. വേറെ ഒന്നുമില്ല, ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ. ആ സൈഡിലൂടെ ചിലപ്പോൾ നമുക്ക് പോയാൽ രക്ഷപ്പെടാൻ പറ്റും, എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ നേരെ ആക്സിലേറ്റർ കാര്യങ്ങളൊക്കെ കൂടി നേരെ മതിലിനരികിച്ച് പോയി. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ പോയാൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നാലും ഇപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്തേക്കുക. കൂടാതെ നിങ്ങൾ വീഡിയോ കൂടെ ഒന്ന് ലൈക്ക് അടിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.